ഹായ്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഫ്രീഡ മക്ഫാഡന്റെ ദ ക്രാഷ് എന്ന ഈ പുസ്തകത്തിനെ കുറിച്ചാണ്. ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മളിപ്പോ ഇൻമേറ്റും അതുപോലെ തന്നെ ലോക്ക് ദ ഡോറും ഒക്കെ വായിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫീല്. എന്നാ ദ ഹൗസ് മെയ്ഡിനോടോ അടുത്തോക്കി പോയിട്ടുമില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് ഇതിന്റെ സ്റ്റോറിയാണ്. സ്റ്റോറി ഒരു രക്ഷയില്ല, നല്ലൊരു സ്റ്റോറിയാണ്. അതായത് ചില സമയത്ത് നമുക്ക് ത്രില്ലേഴ്സ് വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് എവിടേക്കോ എന്തൊക്കെയോ ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട് എന്നുള്ള മട്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, കംപ്ലീറ്റ്നെസ് ഉണ്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്, ലോജിക്കലി ഓക്കെയാണ്, എല്ലാ സൈഡും ഓക്കെയാണ്. പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗർഭിണിയായ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ജേർണിയാണ്. അതായത് അവരുടെ ലൈഫല്ല, അവരുടെ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിൽ നിന്നാണ് പിന്നെ 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 കഥയിലേക്ക് പോകുന്നത്. അപ്പോ ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ടേഗൻ ആണ്. ടേഗൻ ഈസ് 24 or 23 years ഓൾഡ് ആണ്. അപ്പൊ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. അപ്പോ ആൾക്ക് കുറെ കാലം വരെയും ആരിൽ നിന്നാണ് പ്രഗ്നന്റ് ആയത് എന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ വേറൊരു സ്റ്റോറി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് വിഷമമൊക്കെ ആവും. പിന്നെ അതിനുശേഷം ആള് ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാണ്. നല്ല ഒരു സ്റ്റോമും അതുപോലെ തന്നെ സ്നോയും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് പുള്ളിക്കാരി പോകുന്നതും. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് അല്ല, ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ നിന്നും പിന്നെ അവളുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ആവുകയാണ് 4 ദിവസത്തേക്ക്. പിന്നെ 4 ദിവസം അവൾ വേറൊരു വീട്ടിൽ അകപ്പെടുന്നു. ആദ്യം തോന്നിയത് അവരോട് ആദ്യമേ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ട്രേഞ്ചർ ആണ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വീടാണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും കുറെ അവള് തന്നെ ചിന്തിച്ചു കൂട്ടിയായിരുന്നു. പക്ഷെ 4 ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും അവളുടെ കണ്ടീഷനും ആകെ വേഴ്സ് ആവുന്ന ഒരു കണ്ടീഷനായിരുന്നു. അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് നല്ലൊരു ഹാപ്പി എൻഡിങ് കൊടുക്കുന്ന ഒരു ബുക്കാണിത്. ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ പിന്നെ വില്ലൻസ് ആയിട്ട് വരുന്നത്. എന്റെ ഈ ബുക്കിൽ പറയുന്ന വില്ലന്മാർ നമുക്ക് വില്ലന്മാരായിട്ട് ഫീൽ ചെയ്യേയില്ല. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്, നല്ലൊരു സ്റ്റോറി ഉള്ള ഒരു ബുക്കാണ്. പിന്നെ ഫ്രീഡ മക്ഫാഡന്റെ ഒരു സ്പെഷ്യാലിറ്റി ഈസി റൈറ്റിംഗ് ആണ്. അതായത് എത്ര പെട്ടെന്ന് ഇത് വായിച്ചു തീർത്തു എന്ന് എനിക്കറിയില്ല, അത്രയും പെട്ടെന്നായിരുന്നു, ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. നല്ല സിമ്പിൾ ലാംഗ്വേജ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഓഫ് കോഴ്സ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചെറിയ ലാഗ് വന്നു. ഒരേ കാര്യം നമുക്ക് തോന്നൂലോ, നെക്സ്റ്റ് 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 എന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത കുറച്ച് ഏരിയാസ് വന്നായിരുന്നു. ഒരേ കാര്യത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. അവിടെ എനിക്കൊരു ലാഗ് വന്നു, കുറച്ചിങ്ങനെ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഈ പുസ്തകത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മള് ത്രില്ലർ എന്നുള്ള രീതിനേക്കാളും സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണിത്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടാൽ മതി ഇതിനെ. ഒരുപാട് ഹൗസ് മെയ്ഡ് എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. ഹൗസ് മെയ്ഡിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു തരത്തിലുള്ള രീതിയിലല്ല ഈ കഥ പോകുന്നത്. ഒരു കഥയായിട്ട് തന്നെ എടുക്കുക, ഒരു കംപ്ലീറ്റ് ഒരു ഫിക്ഷൻ ആയിട്ട് തന്നെ എടുക്കുക. അത്രയും നല്ല രസമുണ്ട്. ഫാസ്റ്റ് പേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ചു തീരുന്ന നമ്മൾ അറിയത്തില്ല, അത് വേറെ കാര്യം. എന്നാലും ചെറിയൊരു ലാഗ് കൂടി ഇതിനകത്തുണ്ട്, അത് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ്. അപ്പൊ എങ്ങനെയായാലും ദ ക്രാഷ് എന്നുള്ള ബുക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.